ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു ബീഫ് ലിവർ ഫ്രൈ റെസിപ്പിയാണ്. എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ. 1 കിലോളം ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റിയതിലേക്ക് ഒരു 250 ഗ്രാമോളം വരുന്ന കുഞ്ഞുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം മസാലയ്ക്ക് ആവശ്യമായിട്ട് മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ. ഞാനിവിടെ പിരിയൻ മുളകാട്ടോ എടുത്തിരിക്കുന്നത്. അതാകുമ്പം എരിവും കളറൊക്കെ കറക്റ്റിന് കിട്ടും. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇവയെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് പുരട്ടി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മസാല പിടിക്കാനും കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ടൊരു അരമണിക്കൂറോളം എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അപ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് പാകത്തിന് ചുവട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുക്കണം. ഞാനിവിടെ ഉരുളിയാട്ടോ എടുത്തത്. അതിനകത്തേക്ക് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ലിവർ നമുക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിലേക്ക്. അതൊന്ന് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം കേട്ടോ. എണ്ണയിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒരു 5-10 മിനിറ്റോളം നന്നായിട്ട് ഇളക്കിയെടുത്ത് ആ ലിവറിൻ്റെ കളറിൻ്റെ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചട്ടിയിലെ വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അത് എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണേ. അപ്പോഴത്തേക്ക് നമുക്ക് ലിവറിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും കൂടി കിട്ടും. അപ്പം കറക്റ്റ് പാകത്തിന് വെള്ളവും ആവും കേട്ടോ. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിം മീഡിയത്തിനകത്താക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ചുവട്ടി പിടിക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ. വെള്ളമയമൊക്കെ ഒന്ന് മാറി റോസ്റ്റ് പരുവാകുമ്പം കുറവുള്ള അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതൊരു ഫ്രൈഡേയും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ് കേട്ടോ. ഞാൻ പൊതുവേ കുരുമുളക് ഒരുപാട് ചേർക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. എന്നിട്ട് കുറച്ച് എണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് കൈവിടാതെ ഇളക്കി ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ബ്ലാക്ക് കളറിലോട്ട് വരുമ്പം നന്നായിട്ട് വരണ്ട് വരും. അപ്പോഴത്തേക്കും ഏകദേശം റെഡിയാക്കി കിട്ടും കേട്ടോ. ലാസ്റ്റ് കുറച്ച് എൻ്റെ പൊടിക്കൈയും കൂടെ ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈയിൽ തേങ്ങാക്കൊത്ത് ഇടുന്നത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. ആദ്യം ഇടാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ എണ്ണയിൽ വറുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈ ഏതാണെങ്കിലും തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ഫ്രൈയുടെ കൂടെ തന്നെ ചേർത്ത് ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വരണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ടൈം ആകുമ്പം നമുക്ക് വാങ്ങി വെക്കാറാവും. ശേഷം തത്തി പൊത്തി വെച്ചതിന് ശേഷം ഒരു വാഴയില കൊണ്ട് അടച്ചു വെച്ച് ഒരു 5-10 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യണം. നമ്മൾ കഴിക്കാൻ നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ലിവർ ഫ്രൈ വേറെ ലെവലാണ് മക്കളെ. അടിപൊളിയാട്ടോ. ഏട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റം ആട്ടോ ഈ ലിവർ ഫ്രൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപ്പും എരിവും പുളിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇക്കുമോനും ഏട്ടനും ഒന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈയുടെ കാര്യത്തിൽ ഒരു കുറ്റവും പറയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് മുഖം കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ ബൈ ബൈ.